നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ മോർണിംഗ് മാർക്കറ്റ് പ്രൊഫൈൽ ബ്രേക്ക്ഫാസ്റ്റ് വ്യൂ വിത്ത് വിഷ്ണുവിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റിൽ ഇന്നലെ നല്ല വൃത്തി കയറി വരികയാണ് ചെയ്തത്. നല്ല വൃത്തി കയറിയായിരുന്നു. ഏകദേശം പറഞ്ഞാൽ 530 വരെ നിഫ്റ്റി പോയിട്ട് പെട്ടെന്ന് അടിക്കുകയും ചെയ്തു. അതേപോലെ ബാങ്ക് നിഫ്റ്റി, പക്ഷേ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ബാങ്ക് നിഫ്റ്റി കയറിയിട്ട് അവൻ അധികം 5978 എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ ഭാഗത്ത് വരെ പോയി തിരിച്ചിറങ്ങി. അവൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വി വാപ്പിൻ്റെ ഭാഗത്തേക്കാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലൊരു ക്ലോസിങ് നല്ലൊരു ചെറിയൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മളൊരു ചെറിയൊരു പോസിറ്റീവ് അല്ല, മൈനസ് ക്ലോസിംഗ് ആണ്. ഇന്നലെ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു മാർക്കറ്റ്. ഡൗൺ ചെയ്ത് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി പോയതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്താണ് മാർക്കറ്റ് കയറിപ്പോയത്. അപ്പോൾ നമുക്ക് ഇന്നലെ വന്ന 2-3 ഡേറ്റാസ് നമുക്ക് വളരെയധികം പോസിറ്റീവാണ്. നമ്മളെ ഡേറ്റയിൽ ഇന്നലെ വന്നിട്ടുള്ള ഡേറ്റയിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ്, അതായത് ഇന്നലെ വന്ന ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് വന്ന് നമുക്ക് 5.08 ആയിരുന്നു പഴയ പ്രീവിയസ്. ഫോർകാസ്റ്റ് ചെയ്ത് 3.65ഉം അതിനെക്കാട്ടി കുറവായിട്ട് രീതിയിലാണ് നമ്മളെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത്. 3.54ൻ്റെ ഭാഗത്താണ് ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത്. സെക്കൻഡറി പാർട്ട് നമ്മളെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറവാണ്, എപ്പോഴും കുറവാണ്. അതൊരു ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ കൂടി മാനുഫാക്ചറിങ്ങും ഇൻഡെക്സും ഔട്ട്പുട്ടും കുറവാണ്. പക്ഷേ നമ്മൾ മെജോറിറ്റി നോക്കേണ്ടത് റിസർവ് ബാങ്കിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ RBIക്ക് വേണ്ടി ഏറ്റവും വലിയ പോസിറ്റീവായി വരുന്നത് നമ്മുടെ CPI ഇൻഫ്ലേഷൻ, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ്റെ ജൂലൈ മന്തിൻ്റെ ഇൻഫ്ലേഷൻ കുറവായിട്ടാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. അതിൽ കാരണം എന്ന് വെച്ചാൽ ഫുഡ് ഇൻഫ്ലേഷൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. കുറേ സാധനങ്ങളുടെ വില കുറഞ്ഞത് കാരണം അത് വളരെയധികം പോസിറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അത് നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെ ബാധിക്കും, അത് വെച്ച് മാർക്കറ്റ് എങ്ങനെ പോകുമെന്ന് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമേ മാത്രമേ പറയുള്ളൂ. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് നമുക്ക് നോക്കിയാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മാർക്കറ്റ് ഒന്നാമത്തെ കേസ് 24,400 ഫ്യൂച്ചറിന് മുകളിൽ നിഫ്റ്റി ഇനി ക്ലോസ് ആവുന്നില്ല. ട്രേഡ് ചെയ്ത് മുകളിലോട്ടൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ക്ലോസ് ആവുന്നില്ല. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലോ നമ്മുടെ ഇമ്പോർട്ടൻ്റ് മാർക്കായ 50,600 മുകളിൽ ഇന്ന് ക്ലോസ് ആയിട്ടുണ്ട്. കുറച്ച് ദിവസത്തിന് ശേഷം അവൻ ഇന്ന് ക്ലോസ് ആയിട്ടുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ക്ലോസിങ് വരുന്നില്ല, അവൻ ക്ലോസ് ആയിട്ടുണ്ട്. രണ്ടാമത് ഇന്ന് കുറച്ച് ഡേറ്റാസ് ഉണ്ട്. ജപ്പാൻ്റെ ഇൻഫ്ലേഷനല്ല, ജപ്പാൻ്റെ പ്രൊഡ്യൂസേഴ്സ് മാനുഫാക്ചർ PPI ഇന്ന് വരുന്നുണ്ട്. രണ്ടാമത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനയുടെ ലോൺ ഗ്രോത്തും ഈ ന്യൂ ലോൺസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് ന്യൂസ് കൊണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം മാർക്കറ്റിനെ ബാധിക്കുന്നതാണ്. പിന്നെ മൂന്നാമത്തെ അമേരിക്കയുടെ PPI, സെയിം PPIക്കാണ് കഴിഞ്ഞ പ്രാവശ്യം പണി കിട്ടിയത്. നമുക്ക് മാർക്കറ്റ് അടിക്കാൻ തുടങ്ങിയത്. സോ സെയിം കോർ PPIയും ഇന്ന് രാത്രി 6 മണിക്ക് വരുന്നുണ്ട്. അതുകൂടാതെ അമേരിക്കയുടെ നമ്മുടെ കോർ PPI ജൂലൈയിലെ അതും ഇന്ന് രാത്രി 6 മണിക്ക് വരുന്നത്. അപ്പോൾ അമേരിക്കയുടെ കുറച്ച് ഡേറ്റകളും പിന്നെ FOMCയുടെ ഒരു മെമ്പറുടെ ഒരു സ്പീച്ചുണ്ട്. അത് വലിയധികം ബാധിക്കുന്നില്ല എങ്കിൽ കൂടി നമ്മുടെ മാർക്കറ്റിൽ കുറച്ച് പോസിറ്റീവായിട്ടുണ്ട്. നാളെ ആണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഇന്ന് വൈകിട്ടത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് ഡേറ്റാസ് നമുക്ക് നാളെ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇൻഫ്ലേഷൻ, അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ നാളെയാണ് വരുന്നത്. അത് കുറവാണെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങിൻ്റെ ഫാസ്റ്റ് വളരെയധികം കൂടിയിട്ട് വരാനുള്ള ചാൻസ് വളരെയധികം. അപ്പം ഇന്ന് കുറച്ച് ന്യൂസുണ്ട്, നാളെയും വൈകിട്ട് 6 മണിക്കും കുറച്ച് ന്യൂസുണ്ട്. അപ്പോൾ ഈ ന്യൂസൊക്കെ നമുക്ക് ബാധിക്കും. കാരണം നമുക്ക് മറ്റന്നാൾ ഓഗസ്റ്റ് 15 വരുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ അന്ന് നമ്മുടെ മാർക്കറ്റ് അവധിയാണ്. നാളെയാണ് നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയും കൂടെ വരുന്നത്. സോ നമുക്ക് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വ്യൂയിലേക്ക് പോകാമല്ലോ. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിഫ്റ്റി ഇന്നലെ നോർമൽ വേരിയേഷൻ അപ്പാണ്. പക്ഷേ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ IBയുടെ ആ ഭാഗത്ത് വന്ന് നിഫ്റ്റി ക്ലോസിങ്ങിൽ കൂടി നമ്മുടെ നോർമൽ വേരിയേഷൻ അപ്പാണ് നിഫ്റ്റി. നമ്മുടെ മോളിലേക്ക് വന്ന് ഫസ്റ്റും സെക്കൻഡും ടാർഗറ്റ് IB എക്സ്റ്റൻഷൻ്റെ ഫസ്റ്റും സെക്കൻഡും ടാർഗറ്റ് തന്നതിന് ശേഷം അവൻ ക്ലോസ് ചെയ്തിരിക്കുന്ന 24,363 ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്ന 24,462 ഭാഗത്താണ്. അപ്പോൾ ഇനി ഓർത്തോളുക, 24,462 ഭാഗത്ത് മാത്രമേ ഇനി നിങ്ങളൊരു ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇല്ല എങ്കിൽ മാർക്കറ്റ് താഴേക്ക് തന്നെ വരാനുള്ള ചാൻസാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ബൈ സൈഡിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ 24,404 ഇന്നലത്തെ POC, ഇന്നലത്തെ VWAP-ആണ്. 462 ഏതാണ് നമ്മുടെ POC ആണ്. അപ്പോൾ 462 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 530, 530 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 581, 581 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 652,
652 മുകളിൽ മാർക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ 720 നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എത്രയാണ്? 400 ഇപ്പോൾ നിൽക്കുന്ന 364 ക്ലോസിങ്, 404 നമ്മളെ വി വാപ്പ് അത് റെസിസ്റ്റൻസ് ആണ്, 404 മുകളിൽ 462, 462 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ച് ബൈയെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 530, സെക്കൻഡ് ടാർഗറ്റ് 581, തേർഡ് ടാർഗറ്റ് 652, ഫോർത്ത് ടാർഗറ്റ് 720. അപ്പോൾ ഇതാണ് നമ്മളെ മുകളിലേക്കുള്ള ടാർഗറ്റ്. അപ്പോൾ നിഫ്റ്റി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് മുകളിലേക്കുള്ള ടാർഗറ്റ് അങ്ങ് വരച്ച് വയ്ക്കുക. അത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇന്ന് ഒന്ന് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, 400 നമുക്ക് നോക്കുകയാണ്. 400 ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇന്നലത്തെ POC എത്രയാണ്? 462. സോ നമ്മളെ സംബന്ധിച്ച് 24,462 ആണ് നമ്മളെ POC. ഓക്കെ, POCയുടെ കളർ നമുക്ക് മാഗ്നറ്റ് അത് കൊടുത്തു. ഇന്നലത്തെ വി വാപ്പ് എന്ന് പറഞ്ഞാൽ 404, 24,404. സോ ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർക്ക വരണം. കാരണം വി വാപ്പ് കുറച്ച് താഴെയായിരുന്നു ഞാൻ വെച്ചത്. ഇപ്പോൾ 462 മുകളിൽ എത്രയാണ്? 530, 24,530. അതാണ് നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ്. 24,530 ആണ് നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ്. അപ്പോൾ അത് നമ്മൾ വരച്ചു. അതിന് മുകളിൽ എത്രയാണ്? 581, 24,581. അതിന് മുകളിൽ 24,652, 24,652. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ് 24,652. ഓക്കെ, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഇനി അതിന് മുകളിൽ മാർക്കറ്റ് പോയാൽ മാത്രം നിങ്ങൾ ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇനി നമുക്ക് നോക്കേണ്ടത് താഴേക്കുള്ള സപ്പോർട്ട് എന്തൊക്കെയാണ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. താഴേക്കുള്ള സപ്പോർട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിലെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. സോ നിഫ്റ്റിയുടെ താഴേക്കുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പം അടുത്ത വരുന്നത് നമ്മുടെ സപ്പോർട്ട് എത്രയാണ്? ഇനി മുകളിലോട്ട് വരച്ച് താഴേക്കുള്ള സപ്പോർട്ട്. ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 24,300 നമുക്ക് സപ്പോർട്ടാണ്. 24,300 സപ്പോർട്ടാണ്. 24,300 താഴെ 24,250, അതിന് താഴെ 24,210 എന്ന് പറഞ്ഞ ഈ POCയും, അതിന് താഴെ 24,168 എന്ന് പറഞ്ഞ ഈ ഒരു സിംഗിൾ പ്രിൻറ്റിൻ്റെ സപ്പോർട്ട്. ഇവിടെയാണ് കുറച്ച് മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച 3 ദിവസം മുമ്പ് വന്ന് എടുത്തിട്ട് സപ്പോർട്ട് എടുത്ത് പോയി. സോ 168ഉം അപ്പോൾ എത്രയാണ്? 24,300, 250, 210, 168. അതിന് താഴെ 24,119 നമുക്ക് സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഫസ്റ്റ് എത്രയാണ്? 24,300, 24,300 നമ്മളെ ഫസ്റ്റ് സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ആ സപ്പോർട്ടിൻ്റെ കളർ നമുക്ക് അറിയില്ല, പച്ച. അതിനുശേഷം 24,250, 24,250. ഓക്കെ, അതിനുശേഷം 24,210ഉം 24,210ഉം. അതിന് താഴെ 24,178, 168, 24,168. അതിന് താഴെ 24,119, 24,119. ഓക്കെ, ഇതായിരിക്കും നമ്മളെ സപ്പോർട്ട്. ഓർത്തോളുക ഏതൊക്കെയാണ്? 24,462 മുകളിൽ മാത്രം ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അതാണെങ്കിൽ 530, 581, 652. ഇനി സെല്ലിംഗ് ആണെങ്കിൽ 300 താഴെ മാത്രം വരിക. 300 താഴെ 250, 210, 168, 119. ഇതായിരിക്കും നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിലെ വ്യൂ വരാൻ പോകുന്നത്. ഇൻഫ്ലേഷൻ എങ്ങനെ ബാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഡേറ്റ പോസിറ്റീവാണ്, പക്ഷേ മാർക്കറ്റിൽ എങ്ങനെ പോകുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. സത്യമായി ഒരു പിടിയും കിട്ടുന്നില്ല, കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പൈസ എടുക്കുക, പോവുക, അത്രയും മാത്രമേ ഓർത്തേ. കാരണം ഇന്നലെ എൻ്റെ പ്രോഫിറ്റ് നല്ല പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷേ വൈകിട്ടായപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് 1/3 കുറഞ്ഞു. കാരണം എന്ത് പറ്റി? ആ മാർക്കറ്റ് പെട്ടെന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്തത് കാരണം ആ പ്രോഫിറ്റബിലിറ്റി എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റാത്തത് കാരണം 1/3 പ്രോഫിറ്റബിലിറ്റി കുറയേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ആ മാർക്കറ്റ് നമുക്ക് കിട്ടുന്ന പൈസ എടുക്കുക, നമ്മുടെ പൈസ നേരെ എടുത്ത് പോക്കറ്റിലാക്കുക. അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ മതി. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ പ്രകാരം ബാങ്ക് നിഫ്റ്റി ഇന്നലെ നോർമൽ വേരിയേഷൻ അപ്പ്, ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് അപ്പാണ് ഇന്നലെ. ബാങ്ക് നിഫ്റ്റിയുടെ പ്രകാരം ബാങ്ക് നിഫ്റ്റി ട്രെൻഡ് അപ്പാണ്. കുറച്ച് സിംഗിൾ പ്രിൻസ് അവൻ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ബാങ്ക് നിഫ്റ്റി കുറച്ച് സിംഗിൾ പ്രിൻസ് തന്നിട്ടുണ്ട്. 50,646 തൊട്ട് 50,564 വരെ ഒരു സിംഗിൾ പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ സി സൈഡ് എക്സ്റ്റൻഷൻ വന്ന് ഹ്യൂജ് വോളിയത്തോടു കൂടി ബാങ്ക് നിഫ്റ്റി പോയതാണ്. സോ എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ട്രെൻഡ് അപ്പാണ്. ട്രെൻഡ് അപ്പ് അതിന് ബാങ്ക് നിഫ്റ്റി POC വന്നിരിക്കുന്നത് 50,855-നും വി വാപ്പ് വന്നിരിക്കുന്നത് 50,719 ഭാഗത്താണ്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 50,750 ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിനി ബൈയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഏതാണ് ഇന്നലത്തെ POC ആയ 50,855 POCക്ക് മുകളിൽ മാത്രം ബൈ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 50,951-ഉം 51,000
51,132 51,132 മുകളിൽ 51,136 51,136 മുകളിൽ ഇനി അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 51,310 അതിന് മുകളിൽ 51,371 അതിന് മുകളിൽ 51,420 അതിന് മുകളിൽ 51,553 വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു മുകളിലേക്കുള്ള വരും. ഇന്നത്തെ ഡേറ്റ ഇന്നലെ നമ്മളെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ താഴേക്ക് അടിച്ചിറങ്ങി ഓപ്പൺ റിജക്ഷൻ റിവേഴ്സാണ് ഇന്നലെ ഓപ്പണിംഗ് ടൈപ്പ് പ്രകാരം താഴേക്ക് അടിച്ചിറങ്ങിയിട്ടാണ് നമ്മൾ കയറിപ്പോയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യം റെസിസ്റ്റൻസ് വന്ന് വരച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് പ്രയോജനപ്പെടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം റെസിസ്റ്റൻസ് വരയ്ക്കാം ബാങ്ക് നിഫ്റ്റിക്ക്. സോ ഈ ഇതൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ആദ്യം നമുക്ക് POC VWAP വരയ്ക്കാം. ഓക്കെ, സോ 50,855 50,855 ആണ് നമ്മുടെ POC. സോ നമുക്ക് ബൈയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ POCക്ക് മുകളിൽ മാത്രം വാങ്ങിച്ചാൽ മതി. 50,719 നമ്മുടെ VWAP. ഓക്കെ, ഈ VWAP കൂടെ ഞാൻ ഒന്ന് മാർക്ക് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കേണ്ടത് നമുക്ക് 51,030 നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, 51,030 അപ്പോൾ ഫസ്റ്റ് ഇന്നലത്തെ POCക്ക് മുകളിൽ മാർക്കറ്റിൽ പോകണമെങ്കിൽ ഈ VWAPിലേക്ക് ഒരു ട്രേസ്മെൻറ്റ് വരും. അതിന് മുകളിൽ 51,137. ഓക്കെ, അതിന് മുകളിൽ 51,310 അതിന് മുകളിൽ 51,420 51,420 അതിന് മുകളിൽ 51,553 ഓക്കെ, ഇതായിരിക്കും നമുക്ക് മുകളിലത്തേക്കുള്ള റെസിസ്റ്റൻസ്. ഇനി താഴേക്കുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം നമുക്ക് ഓർത്തുകൊള്ളുക, കുറേ സപ്പോർട്ട് നമുക്ക് താഴേക്കുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ലാസ്റ്റ് സപ്പോർട്ട് വീണ്ടും റിപ്പീറ്റഡായി വന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടാണ്. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് ലാസ്റ്റ് കുറേ സെല്ലിംഗ് ഉണ്ടെങ്കിൽ കൂടി VWAPിന് മുകളിലാണ് ക്ലോസ് ചെയ്യണം. ഫസ്റ്റ് സപ്പോർട്ട് നമുക്ക് 50,564 എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രിൻറ്റ് ഇന്നത്തെ CPയിൽ വന്ന സിംഗിൾ പ്രിൻറ്റ് ഫസ്റ്റ് സപ്പോർട്ട്. അപ്പോൾ 50,564. അതിന് താഴെ 50,445 അതിന് താഴെ 50,340. സോ ഫസ്റ്റ് എത്രയാണ് നമുക്ക് വരുന്നത്? 50,564 50,564 നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട്. അതായത് നമ്മളെ സിംഗിൾ പ്രിൻറ്റിൻ്റെ ഫസ്റ്റ് സൈഡ് വന്നത്. അതിന് താഴെ 50,420 അതിന് താഴെ 50,330 ഓക്കെ, അതിന് താഴെ നമ്മുടെ പഴയ സപ്പോർട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ഒരു സപ്പോർട്ട് വീണ്ടും ആക്റ്റീവായിട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്മുടെ POC ആയ 50,265 50,260 താഴെ 50,130 അതിന് താഴെ 50,000 എന്ന് പറഞ്ഞാൽ നമ്മളെ റൗണ്ട് ഫിഗർ. സോ നമുക്ക് നോക്കേണ്ടതാണ്, നമുക്ക് 50,265 50,265 എത്രയാണ് അതും കൂടെ വയ്ക്കണം. നമുക്ക് ഒന്ന് മാറ്റാം. 50,265 50,137 50,137 അതിന് താഴെ 50,000 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് നമ്മളെ സംബന്ധിച്ച്. ഓക്കെ, ഓർക്കുക 50,000 ഇതാണ് നമ്മുടെ ഒരു സപ്പോർട്ട്. ഇപ്പോൾ നിങ്ങൾ ഓർത്തോളുക, ഇന്ന് കുറച്ച് സപ്പോർട്ട് ഞാൻ വരച്ച ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ മുമ്പ് ഞാൻ നിഫ്റ്റിയെക്കാട്ടിയും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നിഫ്റ്റിയിൽ എൻ്റെ ഒരു ഐഡിയ വെച്ച് മാർക്കറ്റിൽ നല്ലൊരു ഷോർട്ട്സ് നിഫ്റ്റിയിൽ ബിൽഡപ്പാണ്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. സോ ഇന്നലെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്ട്സ് ബിൽഡപ്പ് ആയതുകൊണ്ട് മാർക്കറ്റ് വേണമെങ്കിൽ ഒരു ഷോർട്ട് കവറിങ് റാലി തരാം. ഡേറ്റ പോസിറ്റീവാണ്. ഇപ്പോൾ ആകെപ്പാടെ ഒരു ഇഷ്യൂ ഉള്ളത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ ചെയ്യുമോ? നമുക്ക് ഈ വാറെന്ന് പറഞ്ഞാൽ എല്ലാ ബിഗർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഒരു ബൈ പ്രൊഡക്റ്റാണ്. അവരുടെ പൈസ ഉണ്ടാക്കാനും അവർക്ക് ഫിയർ ക്രിയേറ്റ് ചെയ്യാനും അവർക്ക് ഇഷ്ടപ്പെട്ട ഷെയർ മേടിക്കാനൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ വാറിനെ കൊണ്ടുവരുന്നത്. സോ അതുകൊണ്ട് അതെങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാക്കിയുള്ള ഡേറ്റ എല്ലാം നമ്മുടെ മാർക്കറ്റിന് വളരെ പോസിറ്റീവാണ്. ഇൻഫ്ലേഷൻ വളരെയധികം RBIയുടെ കൺട്രോളിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊരു പോസിറ്റീവാണ്. അങ്ങനെ ആണെങ്കിൽ മാർക്കറ്റിൽ നിന്നൊരു ബിഹേവിയേഴ്സ് വരും. നമ്മളെ ഗിഫ്റ്റ് നിഫ്റ്റി നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നത് 24,370 ഭാഗത്താണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. ഒരു ഫ്ലാറ്റാണ്, നമ്മളെ നേരത്തെ ഫ്ലാറ്റിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടായിരിക്കും നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഓർക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന പൈസ എടുക്കുക, പോവുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കട്ട.
നിക്കായി വന്ന് ഏകദേശം പറഞ്ഞാൽ ഇപ്പോൾ നിക്കായി നിൽക്കുന്നത് 2.5% അപ്പി നിക്കായി നിൽക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജപ്പാൻ്റെ മാർക്കറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇന്നൊരു നല്ലൊരു കിടിലൻ ട്രെൻഡ് മൂവ് തരാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ട്രേഡിംഗ്.